നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു വെബ്സൈറ്റിൻ്റെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിനകത്ത് നമ്മൾ എങ്ങനെയുള്ള രീതിയിൽ അതിൻ്റെ പേജിൻ്റെ URLs അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനകത്തുള്ള പേജുകളുടെ URLs നമ്മൾ നിലനിർത്തണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മളൊരു URLs കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് ഒരു പേജിന് നല്ലത് എന്നുള്ള ഒരു ചർച്ച. എപ്പോഴും നമുക്ക് ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രാൻഡിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് നെയിമോട് കൂടിയ ഒരു ഡൊമൈൻ നെയിം അവൈലബിൾ ആണെങ്കിൽ അത്രയും വളരെ നല്ലതാണ്. ബ്രാൻഡ് നെയിമോട് കൂടിയുള്ള ഒരു ഡൊമൈൻ നെയിം അല്ലെങ്കിൽ ആ ബ്രാൻഡ് നെയിമിൽ തന്നെ നമുക്ക് ഡൊമൈൻ നെയിം കിട്ടുന്നത് നമ്മളത് ബ്രാൻഡിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു ബ്രാൻഡ് നെയിമിലൊരു വെബ്സൈറ്റ് എടുത്തിട്ട് ഡൊമൈൻ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഏത് തരത്തിലുള്ള സർവീസാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണോ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് അനുസൃതമായിട്ടുള്ള URLs സ്ട്രക്ചർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നോർമലി വെബ്സൈറ്റുകളിലൊക്കെ ID വെച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഡൈനാമിക്കായിട്ടുള്ള പല ഫീച്ചേഴ്സും വെബ്സൈറ്റിനകത്ത് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഒരു URL സ്ട്രക്ചർ ഒരു കസ്റ്റമൈസ്ഡ് URL സ്ട്രക്ചറായി വരാതിരിക്കുന്നത് നല്ലൊരു പരിധിവരെയും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് നല്ലതല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസിനെ സ്പെസിഫൈ ചെയ്യുന്ന URL അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ സ്പെസിഫൈ ചെയ്യുന്ന URL ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുന്നതാണെങ്കിൽ URL ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ആ URL എന്തിനെ പറ്റിയുള്ളതാണെന്നുള്ളൊരു ക്ലാരിറ്റിയിൽ അതിനെ ക്യാച്ച് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യുന്നത് നമുക്ക് അനുകൂലമായിട്ട് റാങ്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വെബ്സൈറ്റ് നമ്മൾ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയോ ഒരു സർവീസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ URLs സ്ട്രക്ചേർഡ് അല്ല. പ്രത്യേകിച്ച് അതിൻ്റെ URLs എന്തെങ്കിലും ID വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉപയോഗിച്ച് website.com/page_id അങ്ങനെ പറയുന്ന എന്തെങ്കിലും ഡിജിറ്റ്സ് ഒക്കെ ചേർന്ന് വരുന്ന URLs ഒരിക്കലും SEO ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നോർമലി നമ്മളൊരു പേജിൻ്റെ URLനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ആ URLിനകത്തുള്ള അഥവാ സ്ലഗിനകത്തുള്ള ടേംസ്, വാക്കുകൾ, കീവേഡ്സ് നമുക്ക് അനുകൂലമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് അനുകൂലം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരത്തിൽ വിസിബിലിറ്റി ആഗ്രഹിക്കുന്ന വെബ് പേജുകളാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ വെബ് പേജുകളുടെ ഒരു ക്ലാരിറ്റി വരുത്തുന്നത്, ആ വെബ് പേജ് എന്തിനെ പറ്റിയുള്ളതാണോ, എന്ത് പ്രോഡക്റ്റിനെ പറ്റിയാണ് അല്ലെങ്കിൽ എന്ത് സർവീസിനെ പറ്റിയാണെന്നുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുന്ന വാക്കുകളാണ് നമ്മൾ പേജിൻ്റെ URLിനകത്ത് ഉള്ളതെങ്കിൽ